ഹായ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തല്ലേ. മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്താണ്, എക്സസ് ഡിമാൻഡ് എങ്ങനെ വരുന്നു, എക്സസ് സപ്ലൈ എങ്ങനെ വരുന്നു, ഒരു മാർക്കറ്റിൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും ഇക്വിലിബ്രിയം പ്രൈസും കണ്ടുപിടിക്കുന്നത് എന്നുള്ളതിൻ്റെ പ്രോബ്ലം, അത്രയും കാര്യങ്ങളാണ് 5th ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതല്ലേ. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിമാൻഡിലും സപ്ലൈയിലും ഉണ്ടാവുന്ന ചേഞ്ച്, മാറ്റമനുസരിച്ച് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും ഇക്വിലിബ്രിയം പ്രൈസും എങ്ങനെ മാറുന്നു എന്നുള്ളതാണ്. അത് രണ്ട് കോണ്ടെക്സ്റ്റുകളിലായിട്ടാണ് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, നമ്പർ ഓഫ് ഫേംസ് ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ, രണ്ടാമത്തേത് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഉള്ളപ്പോൾ, അതായത് ഫേമുകൾ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലേക്ക് പുതിയ ഫേമുകൾ കടന്നു വരുമ്പോൾ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം. എഫക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓൺ ഇക്വിലിബ്രിയം വിത്ത് ഫിക്സ്ഡ് നമ്പർ ഓഫ് ഫേംസ്. അപ്പോൾ ഫിക്സ്ഡ് നമ്പർ ഓഫ് ഫേംസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലേക്ക് കൂടുതൽ വരുന്നില്ല. അപ്പോൾ ഇത് തന്നെ നമ്മൾ 4ആയിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോഴും ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുമ്പോഴും. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡിലുണ്ടാവുന്ന ചേഞ്ച്, അതേപോലെ സപ്ലൈയിലുണ്ടാവുന്ന ചേഞ്ച്. അപ്പോൾ ഡിമാൻഡിലുണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ 2nd ചാപ്റ്ററിൽ പഠിച്ചതാണ്. എന്താണ്? ഇൻക്രീസ് ഇൻ ഡിമാൻഡും ഡിക്രീസ് ഇൻ ഡിമാൻഡും ആണല്ലേ. ഇൻക്രീസ് ഇൻ ഡിമാൻഡും ഡിക്രീസ് ഇൻ ഡിമാൻഡും. അപ്പോൾ സപ്ലൈയിലുണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഇൻക്രീസ് ഇൻ സപ്ലൈയും ഡിക്രീസ് ഇൻ സപ്ലൈയുമാണ്. അപ്പോൾ ഈ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം അല്ലേ. ഡിമാൻഡ് കർവ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും. ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് കർവ് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും. അതേപോലെ സപ്ലൈ കർവ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈ കർവ് എന്ത് ചെയ്യും? റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും, റൈറ്റ് വേർഡ്. അതേപോലെ ഡിക്രീസ് വരുമ്പോൾ ലെഫ്റ്റ്. ഇവിടെയും അതേപോലെയാണ് വരുന്നത്. ലെഫ്റ്റിലേക്കാണ് ഡിമാൻഡ് കർവ് പോകുന്നത്, ഇവിടെ റൈറ്റിലേക്ക് പോകും. ഓക്കെ. അപ്പോൾ ഈ ഒരു ചേഞ്ച് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അതേപോലെ അത് പോസ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇക്വിലിബ്രിയം പ്രൈസിനെയും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയെയും അത് എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഓക്കെ. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് വരുമ്പോഴെങ്ങനെയാണ്? അതായത് ഡിമാൻഡ് കർവ്, ഡിമാൻഡ് ഇൻക്രീസ്. അതേസമയം എന്താണ്? സപ്ലൈ കോൺസ്റ്റൻറ്റ്, സപ്ലൈക്ക് മാറ്റമൊന്നും വരുന്നില്ല. ഓക്കെ. ഡിമാൻഡ് മാത്രമേ മാറുന്നുള്ളൂ. കറണ്ട് പോയതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഡിമാൻഡ് കർവും എക്സ് ആക്സിസ് വരച്ചു, വൈ ആക്സിസ് എക്സും വൈയും വരയ്ക്കുക അല്ലേ. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് എക്സിലും വൈയിലും എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് അറിയാമല്ലോ. ഒറിജിൻ എക്സിൽ ക്വാണ്ടിറ്റി ഡിമാൻഡും ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡും എടുക്കുക അല്ലേ. ഇവിടെ നമ്മൾ പ്രൈസാണ് എടുക്കുക. അപ്പോൾ ഡിമാൻഡ് കർവ് വരയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡിമാൻഡ് കർവ് ആദ്യം വരയ്ക്കുന്നത് നമ്മൾ ആദ്യം ഇക്വിലിബ്രിയം കണ്ടീഷനാണ് കാണിക്കേണ്ടത് കേട്ടോ. ഇക്വിലിബ്രിയം കാണിക്കുമ്പോൾ
ഡിമാൻഡ് കർവ്, ഒറിജിനൽ ഡിമാൻഡ് കർവ്, ആദ്യത്തെ സപ്ലൈ കർവ്. നിങ്ങളിത് ശ്രദ്ധിച്ച് നോക്കിയെങ്കിലേ മനസ്സിലാവുള്ളൂ. അതേപോലെ അതിൻ്റെ ഇക്വിലിബ്രിയത്തെ നമ്മൾ ഇ എന്ന് മാർക്ക് ചെയ്യുന്നു. ഇക്വിലിബ്രിയത്തിൽ സപ്ലൈ ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റിയെ ക്യൂ സ്റ്റാർ, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയും. ഡിമാൻഡിനെയും സപ്ലൈയും ഈക്വലാക്കുന്ന പ്രൈസിനെ പി സ്റ്റാർ, ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നു, പഠിച്ചിട്ടുണ്ടല്ലേ. ഇക്വിലിബ്രിയത്തിൽ ഡിമാൻഡ് ചെയ്യപ്പെടുകയും അല്ലെ ഇക്വിലിബ്രിയം പ്രൈസിൽ ഡിമാൻഡ് ചെയ്യപ്പെടുകയും സപ്ലൈ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ക്വാണ്ടിറ്റി ആണ് ക്യൂ സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൽ നമ്മൾക്ക് ഇൻക്രീസ് ഇൻ ഡിമാൻഡാണ്. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ഡിമാൻഡ് കർവ് റൈറ്റ് വേർഡ് പോകും അല്ലേ. ഡിമാൻഡ് കർവിനെ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് കാണിക്കുകയാണ്. റൈറ്റ് വേർഡിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് വരുന്നത്? ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ് അല്ലേ. വെൻ ദർ ഈസ് ചേഞ്ചസ് ഇൻ ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ്, ദ ഡിമാൻഡ് കർവ് ഓർ ഡിമാൻഡ് ഇൻക്രീസസ് അപ്വേർഡ്. അപ്പോൾ ഡിമാൻഡ് കർവ്, പുതിയ ഡിമാൻഡ് കർവിനെ നമുക്ക് D1 എന്ന് കൊടുക്കാം. അപ്പോൾ അപ്വേർഡ് ഷിഫ്റ്റ് കാണിക്കാൻ വേണ്ടി ഒരു ആരോ മാർക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പമാവും. അപ്പോൾ നമ്മളിതിന് പുതിയ ഇക്വിലിബ്രിയം വന്നല്ലേ. പുതിയ ഇക്വിലിബ്രിയം എവിടേക്കാണ്? E1 എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ എന്താണ് ഇക്വിലിബ്രിയത്തിൽ ചാർജ് ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റി നോക്കിയേ, Q1 സ്റ്റാർ ആയല്ലേ. ക്വാണ്ടിറ്റി കൂടി, പ്രൈസിന് എന്ത് സംഭവിച്ചു? പ്രൈസും കൂടി. P1 സ്റ്റാർ ആയിട്ട് പ്രൈസും കൂടി. അതായത് when demand increases keeping supply constant, price increases and quantity supplied also increases. അപ്പോൾ നമുക്കിത് താഴെ എഴുതാം. അതായത് ഡിമാൻഡ്, when demand increase, P star ഇൻക്രീസ്. പി സ്റ്റാർ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പ്രൈസ് ആണല്ലേ. ക്യൂ സ്റ്റാർ ഓൾസോ ഇൻക്രീസ്. അതാണ്, അതായത് ഡിമാൻഡിൽ ഉണ്ടാവുന്ന വർധനവ് വിലയിലും ഇക്വിലിബ്രിയം പ്രൈസിനെയും വർദ്ധിപ്പിക്കും, അതേപോലെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയെയും വർദ്ധിപ്പിക്കും. അപ്പം മൂന്നും ഡയറക്റ്റ്, അതായത് ഒരേ ഡയറക്ഷനിലേക്കാണ് ചേഞ്ച് ഉണ്ടാവുന്നത്. ഇനി നമ്മളിതിൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. വെൻ ഡിമാൻഡ് ഡിക്രീസ്, വെൻ ഡിമാൻഡ് ഡിക്രീസ്, സപ്ലൈ എന്താണ്? സപ്ലൈ കോൺസ്റ്റൻ്റ് ആണല്ലേ. സപ്ലൈ കോൺസ്റ്റൻ്റ് ആയി വെച്ച് ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡിമാൻഡ് അതിൻ്റെ എക്സ് ആക്സിസ് വൈ ആക്സിസ് വരയ്ക്കാം. വൈ വരച്ചു. വൈയിൽ നമ്മൾ കൊടുക്കുന്നത് എന്താണ്? എക്സിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ് കൊടുക്കും, വൈയിൽ പ്രൈസും കൊടുക്കും അല്ലേ. അപ്പോൾ ഒറിജിൻ. അപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ, ബേസിക് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഡിമാൻഡ് കർവ് ഡി എന്ന് വരച്ചു, സപ്ലൈ കർവ് എസ് എന്നും വരച്ചു. ഇനീഷ്യൽ ഇക്വിലിബ്രിയം, ആദ്യത്തെ ഇക്വിലിബ്രിയം ഇ എന്ന് കൊടുക്കാം നമുക്ക്. അതിൽ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയെ ക്യൂ സ്റ്റാർ എന്ന് വിളിക്കാം, ഇക്വിലിബ്രിയം പ്രൈസിനെ പി സ്റ്റാർ എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയാം അല്ലേ. എന്താണ് ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്? ഡിമാൻഡ് കർവ് ലെഫ്റ്റിലേക്ക് പോകും, അതായത് ബാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്ക്വേർഡ് ഷിഫ്റ്റ് നമുക്ക് ഇവിടെ ബാക്കിലേക്ക് ഒരു ആരോ മാർക്കിട്ട് കാണിക്കാം. ഡിമാൻഡ് കർവ് ബാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്തായി? D1 ആയിട്ട് മാറി. അപ്പോൾ പുതിയ ഈക്വിലിബ്രിയം, അതായത് ഡിമാൻഡും സപ്ലൈയുമായിട്ട് സപ്ലൈ കർവുമായിട്ട് മീറ്റ് ചെയ്യാനെടുത്ത് പുതിയ ഈക്വിലിബ്രിയം നമുക്കിതിനെ E1 എന്ന് മാർക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ എന്താണ്? പുതിയ
പ്രൈസും പുതിയ ക്വാണ്ടിറ്റി എന്താണ് QC കുറയാണ് ചെയ്യുന്നല്ലേ. അപ്പോൾ Q0* എന്ന് കൊടുക്കാം. ഇവിടെ പ്രൈസ് കുറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് പ്രൈസിന് ഇവിടെ E0 എന്ന് കൊടുക്കാം. അപ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പമാവും. പ്രൈസ് ഇക്വിലിബ്രിയം പ്രൈസ് P* നിന്നും P0* ആയിട്ട് പ്രൈസും കുറയുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? കീപ്പിംഗ് സപ്ലൈ കോൺസ്റ്റൻറ്റ് ഓർ സപ്ലൈ ഫിക്സ്ഡ്. ഇഫ് ഡിമാൻഡ് ഡിക്രീസസ് the equilibrium price and equilibrium quantity decreases. അപ്പോൾ നമുക്കിത് എഴുതാം. when demand decrease ഡിമാൻഡ് ചോദനം കുറയുകയാണെങ്കിൽ എന്താണ് P* equilibrium price decrease and Q* equilibrium quantity also decrease. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് സപ്ലൈയിൽ, അതായത് ഡിമാൻഡ് കോൺസ്റ്റൻ്റായി നിന്നിട്ട് സപ്ലൈയിൽ വരുന്ന മാറ്റം നോക്കുകയാണ് ചെയ്യുന്നത്. ചേഞ്ചസ് ഇൻ സപ്ലൈ. അപ്പോൾ ചേഞ്ചസ് ഇൻ സപ്ലൈ നമുക്ക് എന്താണ് 2 തരത്തിലുണ്ടല്ലേ. ഏതൊക്കെയാണ്? ഇൻക്രീസ് ഇൻ സപ്ലൈയും ഡിക്രീസ് ഇൻ സപ്ലൈയുമാണ്. അപ്പോൾ നമുക്ക് ഇത് 2 എണ്ണം കാണാം. ആദ്യം സപ്ലൈ ഇൻക്രീസ്. ഇവിടെ എന്താണ് പ്രത്യേകത? ഡിമാൻഡ് കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. ഡിമാൻഡിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ച് സപ്ലൈ മാത്രം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ നമുക്ക് സപ്ലൈ കർവ് വരയ്ക്കാം. ഇനീഷ്യൽ ഇക്വിലിബ്രിയം കണ്ടീഷനാണ് ഇതിന് നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത്. അപ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. എക്സ് ആക്സിസിൽ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈഡുമാണ് എടുക്കേണ്ടത്. വൈയിൽ നമുക്ക് പ്രൈസാണ് എടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ഡിമാൻഡ് കേർവ് വരയ്ക്കാദ്യം. ഫസ്റ്റ് ഡിമാൻഡ് കേർവ് വരച്ചു, അതിന് നമ്മൾ DD എന്ന് കൊടുത്തു. സപ്ലൈ കേർവ് വരച്ചു, സപ്ലൈ കേർവിന് SS എന്ന് കൊടുത്തു. ഇനീഷ്യൽ ഇക്വിലിബ്രിയം മാർക്ക് ചെയ്ത് E എന്ന് കൊടുത്തു. എന്താണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി? ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി Q* ആണെന്നറിയാം. ഇക്വിലിബ്രിയം പ്രൈസിന് P*ആണെന്നറിയാം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി സപ്ലൈ ആണ്, ഡിമാൻഡ് അതേപോലെ വെച്ച് സപ്ലൈ ആണ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലേ. സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സപ്ലൈ കർവ് റൈറ്റ് വേർഡ് പോകും അല്ലേ. സപ്ലൈ കർവിൻ്റെ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇതാണ് ഒറിജിനൽ സപ്ലൈ. ഇതിൻ്റെ റൈറ്റ് വേർഡ് എന്ന് പറയുമ്പോൾ പുതിയ സപ്ലൈ കർവ് ഉണ്ടാവുന്നു. ഓക്കെ, അപ്പോൾ പുതിയ സപ്ലൈ കർവിന് നമുക്ക് SS എന്ന് കൊടുക്കാം. അപ്പോൾ പുതിയ സപ്ലൈ കർവ് വന്നു S1 S1. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൽ പുതിയ ഇക്വിലിബ്രിയം വന്നല്ലോ അല്ലേ. പുതിയ ഇക്വിലിബ്രിയം ഡിമാൻഡ്, ആദ്യത്തെ ഡിമാൻഡ് കർവിന് പുതിയ സപ്ലൈ കർവ് മീറ്റ് ചെയ്യുന്നിടത്ത് E1 ഇക്വിലിബ്രിയം, ന്യൂ ഇക്വിലിബ്രിയം E1 ഫിക്സ് ചെയ്യപ്പെട്ടു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നോക്കിയേ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? പുതിയ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി Q1* ഉണ്ടായി. സപ്ലൈ കൂടിയതിൻ്റെ ഫലമായിട്ട് പ്രൈസ് കുറയും അല്ലേ മാർക്കറ്റിൽ. അപ്പോൾ അതായത് സാധനം കൂടുതലുണ്ട്, ഡിമാൻഡിൽ മാറ്റമൊന്നുമില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? ആൾക്കാർക്ക് വില കുറച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് P1*. ഓക്കെ, അപ്പോൾ എന്താണ് നെറ്റ് ഇഫക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുക? അതായത് when supply increase എന്താണ് ക്വാണ്ടിറ്റി, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി Q* increase but P* equilibrium price P* decrease. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് കാണേണ്ടത് നമ്മുടെ 4ാമത്തെ കണ്ടീഷൻ, അതായത് സപ്ലൈയിൽ ഉണ്ടാവുന്ന സെക്കൻഡ് ചേഞ്ച് ആണ്. സെക്കൻഡ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ഏതാണ്? സപ്ലൈ ഡിക്രീസ് ചെയ്യുകയാണ് അല്ലേ. സപ്ലൈ ഡിക്രീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എഴുതാം എന്താണ്? സപ്ലൈ ഡിക്രീസ്, ഡിമാൻഡ് കോൺസ്റ്റൻ്റ് ആണല്ലേ. ഡിമാൻഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് സപ്ലൈ ഡിക്രീസ് ചെയ്യുമ്പോൾ
എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ എന്താണ് ഇതാണ് നമ്മുടെ ഇനീഷ്യൽ ഇക്വിലിബ്രിയം വരച്ച് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കാം. എക്സിൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ് കൊടുക്കുക, പ്രൈസ് കൊടുക്കുക, ഒറിജിൻ. അപ്പോൾ എന്താണ് ഒറിജിൻ കഴിഞ്ഞ് ഇവിടെ ഡിമാൻഡ് കേർവിനെ വരച്ചു. എന്താണ് ഡിമാൻഡ് കേർവിന് നമ്മൾ ഡി ടി എന്ന് കൊടുത്തല്ലേ. സപ്ലൈ കേർവിന് ഇനീഷ്യൽ സപ്ലൈ ആണ്, അപ്പോൾ എസ് എന്ന് കൊടുത്തു. അപ്പോൾ ആദ്യത്തെ ഇക്വിലിബ്രിയം നമ്മൾ ഇ എന്നാണ് മാർക്ക് ചെയ്യുന്നത് അല്ലേ. ഇയിൽ ക്വാണ്ടിറ്റി വരുന്നത് ക്യൂ സ്റ്റാർ ആണ്. ഇക്വിലിബ്രിയം പ്രൈസ്, അതായത് സപ്ലൈയെയും ഡിമാൻഡിനെയും ഈക്വൽ ആക്കുന്ന പ്രൈസിനെ പി സ്റ്റാർ എന്നും വിളിക്കുന്നു അല്ലേ. അപ്പോൾ ഇനി എന്താണ് നമുക്ക് പറയേണ്ടത്? സപ്ലൈ ഡിക്രീസ് ചെയ്യുന്നു. സപ്ലൈ ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്ലൈ കർവ് ബാക്കിലോട്ട് അഥവാ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യുക. ഓൾറെഡി ഉള്ളതിൻ്റെ ലെഫ്റ്റിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ എവിടെയാണ്? പുതിയ സപ്ലൈ കർവ് ബാക്കിൽ നമുക്ക് പാരലായിട്ട് ഓക്കെ. അപ്പോൾ പുതിയ സപ്ലൈ കർവിനെ നമ്മൾ S1 എന്ന് കൊടുക്കാൻ പുതിയ പേര്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? നോക്കിയേ, പുതിയ ഇക്വിലിബ്രിയം ഉണ്ടായല്ലേ. പുതിയ ഇക്വിലിബ്രിയത്തെ നമുക്ക് E1 എന്ന് കൊടുക്കാം. അപ്പോൾ എന്താണ്? പുതിയ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഉണ്ടായി. ക്വാണ്ടിറ്റിക്ക് എന്താ സംഭവിച്ചേ? ഇവിടെ P0 എന്ന് കൊടുക്കുക കേട്ടോ. ഇവിടെ ക്വാണ്ടിറ്റി കുറഞ്ഞ ക്വാണ്ടിറ്റിയെ നമ്മൾ Q0 എന്ന് കാണിക്കാം. അതേസമയം പ്രൈസിന് എന്താ സംഭവിച്ചേ? പ്രൈസ് കൂടുകയാണ് ചെയ്തല്ലേ. പ്രൈസ് കൂടിയതിനെ P1 എന്ന് കാണിക്കാം. ഓക്കെ. എന്താണ് സംഭവിച്ചത്? എഫക്റ്റ് എന്താണ്? ഡിമാൻഡ് കോൺസ്റ്റൻ്റ് ആയി നിൽക്കുമ്പോൾ സപ്ലൈ ഡിക്രീസ് ചെയ്യാണ്. സപ്ലൈ ആണ് കുറയുന്നത്, ഡിമാൻഡിൽ മാറ്റമൊന്നും വരുന്നില്ല. അപ്പോൾ എന്താ സംഭവിച്ചത്? സപ്ലൈ കർവ് ലെഫ്റ്റ് വേർഡ് പോകും. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കുറഞ്ഞു, അതേസമയം പ്രൈസ് കൂടി. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ സാധനം കുറയുമ്പോൾ അതേ ഡിമാൻഡ് തന്നെ ഉണ്ടെങ്കിൽ എന്താണ്? നമ്മൾ കൂടുതൽ വില കൊടുത്ത് വാങ്ങുമല്ലോ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ നെറ്റ് ഇഫക്റ്റ് എങ്ങനെ എഴുതാം? വെൻ സപ്ലൈ ഡിക്രീസ് ക്യൂ സ്റ്റാർ, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയാണ് ക്യൂ സ്റ്റാർ അല്ലേ. ക്യൂ സ്റ്റാർ ഡിക്രീസ് ആൻഡ് പി സ്റ്റാർ വില്ല ഇക്വിലിബ്രിയം പ്രൈസ് പി സ്റ്റാർ ഇൻക്രീസ്. ഓക്കെ. അപ്പോൾ 4 ഡയഗ്രങ്ങളും ആ 4 ഡയഗ്രത്തിൻ്റെ ഇഫക്റ്റുമാണ് നമ്മൾ ഇതിൽ കണ്ടത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുമല്ലോ. ഓക്കെ. ഇനി അടുത്ത ഭാഗമായിട്ട് നമുക്ക് കാണാനുള്ളത് രണ്ടെണ്ണത്തിലും, അതായത് സപ്ലൈയിലും ഡിമാൻഡിലും ഒരേ സമയം ചേഞ്ച് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ്. അപ്പോൾ ബോത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ചേഞ്ചസ്, അല്ലെങ്കിൽ സൈമിൾട്ടേനിയസ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയും. ബോത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ചേഞ്ചസ്. അപ്പോൾ ഈ ചേഞ്ച് എങ്ങനെയാണ്, ഏതൊക്കെ തരത്തിൽ വരാം നമുക്ക്? ഈ ചേഞ്ച് നമുക്ക് 3 വരാം അല്ലേ. അതായത് ഡിമാൻഡും സപ്ലൈയും ഇൻക്രീസ് ചെയ്യും, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും, സപ്ലൈയും ഇൻക്രീസ് ചെയ്യും. ഇനി രണ്ടാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും, സപ്ലൈയും ഡിക്രീസ് ചെയ്യും. ഡിമാൻഡും ഡിക്രീസ് ചെയ്യുന്നു, സപ്ലൈയും ഡിക്രീസ് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ ചേഞ്ച് എന്താണ്? വേറൊരു ചേഞ്ച് വരാം. എന്താണ് മൂന്നാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത്? ഡിമാൻഡ് ഇൻക്രീസ്, സപ്ലൈ ഡിക്രീസ്. നെക്സ്റ്റ് എന്താണ്? ഡിമാൻഡ് ഡിക്രീസ്, സപ്ലൈ ഇൻക്രീസ്. ഇത്രയും എന്ന് വെച്ചാൽ നമുക്കെന്താണ് ഈ ഒരു 3 എഫക്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. കാണാം. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ കാണാൻ പോകുന്നത് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയും
രണ്ടും ഡിമാൻഡും സപ്ലൈയും ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ്. അപ്പോൾ നമുക്കൊരു ഡയഗ്രാം വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലേ. ഡിമാൻഡ് ഇൻക്രീസ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻക്രീസ്. എന്താണ് സംഭവിക്കുക നോക്കാം. അപ്പോൾ ഡിമാൻഡും സപ്ലൈയും ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് കർവ് എങ്ങനെയാണ് വരിക എന്നറിയാം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ കർവ് വരയ്ക്കുകയാണ്. അപ്പോൾ പ്രൈസാണ് ഇവിടെ എടുക്കേണ്ടത്. ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈഡും ആണല്ലേ. ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈ. നമുക്ക് ഇനീഷ്യൽ ഇക്വിലിബ്രിയം തന്നെയാണ് നമ്മൾ ഇതിലും വരയ്ക്കേണ്ടത്. ആദ്യം ഡിമാൻഡ് കർവ് വരച്ചു, ഡി എന്ന് കൊടുത്തു. സപ്ലൈ കർവ് വരച്ചു, SS എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ഇനീഷ്യൽ ഇക്വിലിബ്രിയം മാർക്ക് ചെയ്യണമല്ലോ അല്ലേ. പുതിയ ഇക്വിലിബ്രിയം എന്താണ് E1 എന്ന് കൊടുക്കാം. ഇക്വിലിബ്രിയം പ്രൈസ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. പ്രൈസ് P സ്റ്റാർ ആണ്, ക്വാണ്ടിറ്റി Q സ്റ്റാർ ആണ്. ഉണ്ടല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുക, ഇതിലും നമുക്ക് 3 കണ്ടീഷനാണ് വരുന്നത്. ഡിമാൻഡും സപ്ലൈയും സെയിം റേറ്റിൽ ഇൻക്രീസ് ചെയ്യുക, അതേപോലെ ഡിമാൻഡും സപ്ലൈയും ഡിമാൻഡിലുണ്ടാവുന്നതിനേക്കാളും മാറ്റം സപ്ലൈയിലുണ്ടാവുക, അല്ലെങ്കിൽ ഡിമാൻഡിനേക്കാളും കുറച്ച് ഇൻക്രീസ് സപ്ലൈയിലുണ്ടാവുക. അപ്പോൾ ഈ 3 മാറ്റങ്ങൾക്കനുസരിച്ച് ഡിമാൻഡും പ്രൈസിലും ഇക്വിലിബ്രിയം ഡിമാൻഡിലും ഇക്വിലിബ്രിയം പ്രൈസിലും മാറ്റം വരും. പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിമാൻഡും സപ്ലൈ ഇൻക്രീസ് അറ്റ് സെയിം റേറ്റ് മാത്രമേ അനലൈസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബാക്കി 2 എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കാൻ, സെയിം റേറ്റിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻക്രീസ് സെയിം റേറ്റ്, അത് ഓർക്കണം. അറ്റ് സെയിം റേറ്റിലാണ് ഈ മാറ്റം വരുന്നതെന്ന്. അപ്പോൾ എന്താണ് മാറ്റം വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിമാൻഡ് എവിടേക്ക് പോകും, ഡിമാൻഡ് റൈറ്റ് വേർഡ് പോകും അല്ലേ. പുതിയ ഡിമാൻഡ് കർവ്, റൈറ്റ് വേർഡ് ഡിമാൻഡിൽ ഇൻക്രീസ് കാണിക്കുന്നത് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവാണ്. അപ്പോൾ D1 എന്ന് കൊടുക്കാം. ഇനി എന്താണ് ചെയ്യേണ്ടത്, പുതിയ സപ്ലൈ കർവ് വരണം അല്ലേ. പുതിയ സപ്ലൈ കർവിൽ എന്താണ്, പുതിയ സപ്ലൈ കർവിൽ പുതിയ സപ്ലൈ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റൈറ്റ് വേർഡാണ് പോകേണ്ടത്. റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഇൻ സപ്ലൈ. സെയിം റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യേണ്ടത്. അതായത് ഡിമാൻഡിലുണ്ടാവുന്ന ആ ചേഞ്ച് തന്നെ നമുക്ക് സപ്ലൈയിലും കൊടുക്കണം. അപ്പോൾ ഡിമാൻഡിലുണ്ടാവുന്ന ഈ ഡിസ്റ്റൻസ് നിങ്ങൾ സ്കെയിൽ എടുത്ത് വരഞ്ഞു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ സപ്ലൈയിലുണ്ടാവുന്ന മാറ്റം. അപ്പോൾ നോക്കിയേ, പുതിയ സപ്ലൈ കർവിനെ നമ്മൾ S1 എന്ന് കൊടുത്തു. S1. അപ്പോൾ നോക്കാം, നമുക്ക് ഇവിടെ ഇക്വിലിബ്രിയം പ്രൈസിന് മാറ്റമൊന്നുമില്ല അല്ലേ. ഇവിടെ നോക്കിയേ, പ്രൈസ് സെയിം ആണ്. പുതിയ ഇക്വിലിബ്രിയം മാർക്ക് ചെയ്തു, പ്രൈസിന് ചേഞ്ച് ഒന്നുമില്ല. അതേസമയം ക്വാണ്ടിറ്റി കൂടിയല്ലേ, ഉണ്ടല്ലേ. അതായത് ഇഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻക്രീസ് അറ്റ് സെയിം റേറ്റ്, equilibrium price will not change but equilibrium quantity increases. അപ്പോൾ ഈ ഡിമാൻഡിലും സപ്ലൈയിലും ഒരേ വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതേസമയം ഡിമാൻഡിലുണ്ടാവുന്ന വർധനവ് കുറവും സപ്ലൈയിലുണ്ടാവുന്ന വർധനവ് കൂടുതലുമാണെങ്കിൽ അത് എന്ത് ചെയ്യും, പ്രൈസ് ഡിക്രീസ് ചെയ്യും. അതേസമയം ഡിമാൻഡിലുണ്ടാവുന്ന വർധനവ് കൂടുതലും സപ്ലൈയിൽ കുറച്ച് മാത്രമേ വർധനവ് ആനുപാതികമായി ഉണ്ടാവുന്നുള്ളൂ എങ്കിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ
ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, അത് വലിയ ക്ലാസ്സുകളിലൊക്കെ അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ നെറ്റ് എഫക്റ്റ് എഴുതാം. ഡിമാൻഡും സപ്ലൈയും ഇൻക്രീസ് അറ്റ് സെയിം റേറ്റ് ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഇൻക്രീസ് അല്ലേ? അതേസമയം ഈക്വിലിബ്രിയം പ്രൈസ് ഡിക്രീസ്, സെയിം ആയിട്ട് നിൽക്കുന്നു. ക്ലിയർ ആയല്ലോ? ഇനി നമുക്കത് കാണേണ്ടത് എന്താണ്? ഡിമാൻഡും സപ്ലൈയും ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാം. ഡിമാൻഡിലും സപ്ലൈയിലും കുറവ് വരുമ്പോൾ, അപ്പോൾ ഡിമാൻഡും സപ്ലൈയും അപ്പോൾ നമുക്ക് എഴുതാം വെൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഡിക്രീസ്. ഡിമാൻഡും സപ്ലൈയും ഡിക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോഴെന്താണ്? ഡിക്രീസ് അറ്റ് സെയിം റേറ്റ് ആണെന്നുള്ളത് ഓർക്കണേ. അറ്റ് സെയിം റേറ്റ്, അത് മാത്രമേ നമ്മൾ അനലൈസ് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളത് ചെയ്യുന്നില്ല. അപ്പം അല്ലെങ്കിൽ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിപ്പോകും നിങ്ങൾ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആദ്യത്തെ ഡയഗ്രാം തന്നെ വരയ്ക്കാം. അപ്പോൾ എന്താണ് വരയ്ക്കുമ്പോൾ ആദ്യം XY ആക്സിസുകൾ വരയ്ക്കുക. അപ്പോൾ ഒറിജിൻ മാർക്ക് ചെയ്തു, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് സപ്ലൈഡ്, പിന്നെ ലെഫ്റ്റിൽ Y ആക്സിസിൽ പ്രൈസാണ് എടുക്കേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഇനീഷ്യൽ ഇക്വിലിബ്രിയം തന്നെയാണ് ഇവിടെയും വരയ്ക്കേണ്ടത്. ഡിമാൻഡ് കർവിനെ വരച്ചു, ഡി എന്ന് പേര് കൊടുക്കാം. സപ്ലൈ കർവിനെ വരച്ചിട്ട് എന്താണ് പേര് കൊടുക്കേണ്ടത്? ഇനീഷ്യൽ ആയതുകൊണ്ട് SS എന്ന് എടുക്കുന്നു. അതിൻ്റെ ഈക്വിലിബ്രിയത്തെ നമുക്ക് എന്ത് കൊടുക്കാം? E എന്ന് കൊടുക്കാം അല്ലേ? അപ്പോൾ ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് Q സ്റ്റാർ ആണ്, ഈക്വിലിബ്രിയം പ്രൈസ് P സ്റ്റാറും ആണെന്ന് നമുക്കറിയാം അല്ലേ? ഇനി ഡിക്രീസ് ചെയ്യുന്നതാണ് നമുക്ക് കാണിക്കേണ്ടത്. ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിമാൻഡ് കർവ് ലെഫ്റ്റ് വേർഡ് വരികയാണ് അല്ലേ? അപ്പോൾ പുതിയ ഡിമാൻഡ് കർവ് നമുക്ക് ബാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്തതായിട്ട് വരയ്ക്കണം. പുതിയ ഡിമാൻഡ് കർവ് D1 എന്ന് കൊടുക്കാം നമുക്കിതിന്. D1 അതായത് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി സപ്ലൈ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സപ്ലൈ ഡിക്രീസ് ചെയ്യണമെങ്കിൽ സപ്ലൈ കർവ് എന്ത് ചെയ്യും? ബാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യും അല്ലേ? ബാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കണ്ടല്ലേ, D1ഉം S1, അതായത് D1ഉം S1ഉം തമ്മിലുള്ള ഡിഫറൻസ് ഒരേ അളവിലായിരിക്കും. നമുക്ക് S1 എന്ന് പുതിയ പുതിയ സപ്ലൈ കർവിന് കൊടുക്കാം. അപ്പോൾ രണ്ടും മീറ്റ് ചെയ്യണ പോയിന്റ്, ഇക്വിലിബ്രിയം എവിടെയാണ്? ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഇതിൻ്റെ മീറ്റിംഗ് പോയിന്റ് ആണല്ലേ? അപ്പോൾ E1 ആണ് ഇക്വിലിബ്രിയമായിട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന്? പ്രൈസിന് മാറ്റമില്ല അല്ലേ? പ്രൈസ് P സ്റ്റാർ തന്നെയാണ്, ഒരു ചേഞ്ചും ഇല്ല. അതേസമയം ക്വാണ്ടിറ്റിക്ക് എന്ത് സംഭവിച്ചു? ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഡിക്രീസ്ഡ്. കണ്ടില്ലേ? അപ്പോൾ ഇഫ് ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ചേഞ്ചസ് അറ്റ് സെയിം റേറ്റ് അല്ലെങ്കിൽ ഡിക്രീസസ് അറ്റ് സെയിം റേറ്റ്, the equilibrium price remains constant but equilibrium quantity decreases. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ നെറ്റ് എഫക്റ്റ് എഴുതാം. എന്താണ് എഴുതുക? when demand and supply decrease at same rate ഒരേ റേറ്റിൽ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ Q സ്റ്റാർ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ആണല്ലേ? Q സ്റ്റാർ ഡിക്രീസ് ബട്ട് P സ്റ്റാർ റിമെയിൻസ് സെയിം അല്ലേ? റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, മാറ്റമില്ലാതെ തുടരുകയും ചെയ്യുന്നു. അപ്പോൾ രണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്?
ഡിമാൻഡ് സപ്ലൈയും ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താണ്, ഇനി രണ്ടും ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതും, രണ്ടും അതായത് ഡിമാൻഡും സപ്ലൈയും ഡിക്രീസ് ചെയ്യുമ്പോഴും എന്താണ് ഉണ്ടാവുന്നത് എന്നുള്ളതും നമ്മൾ കണ്ടു. ഇനി നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് സെയിം റേറ്റ് മൂവ്മെൻ്റ് ആണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈ ഡിക്രീസ് ചെയ്യും, അതേസമയം സപ്ലൈ ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ്, അല്ലെങ്കിൽ സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. രണ്ടും രണ്ട് വശത്തേക്കാണ്. ഒന്ന് റൈറ്റ് വേർഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ സപ്ലൈ റൈറ്റ് വേർഡ് പോകുമ്പോൾ ഡിമാൻഡ് ലെഫ്റ്റ് വേർഡ് പോകും. ഇനി സപ്ലൈ ലെഫ്റ്റ് വേർഡിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഡിമാൻഡ് റൈറ്റ് വേർഡിലേക്ക് പോകും. അപ്പോൾ അതാണ് നമ്മളിനി അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഡിമാൻഡ് ഇൻക്രീസ് ആൻഡ് സപ്ലൈ ഡിക്രീസ്. രണ്ടും എന്തേ നോക്കുന്നുള്ളൂ നമ്മൾ, അറ്റ് സെയിം റേറ്റ്, ഒരേ അളവിൽ ഇൻക്രീസ്, ഡിമാൻഡിലുണ്ടാവുന്ന ഇൻക്രീസും സപ്ലൈയിലുണ്ടാവുന്ന ഡിക്രീസും സെയിം അളവാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. നമുക്ക് ഡയഗ്രം വരയ്ക്കാം. അപ്പോൾ ആദ്യം എക്സ് വൈ ആക്സിസുകളാണ് വരയ്ക്കേണ്ടത്, എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. എക്സിൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് സപ്ലൈഡ് കൊടുക്കും, ക്യു ഡി ആൻഡ് ക്യു എസ്. വൈയിൽ പ്രൈസാണ് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒറിജിൻ 0 എന്ന് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഇനീഷ്യൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ, അതിനെയാണ് അത് വെച്ചാണ് കമ്പാരിസൺ നടത്തേണ്ടത് അല്ലേ. അപ്പോൾ ഇനീഷ്യൽ ഇക്വിലിബ്രിയം എപ്പോഴും വരയ്ക്കുന്ന പോലെ തന്നെ വരയ്ക്കാം നമുക്ക്. അപ്പോൾ എന്താണ്, ഡിമാൻഡ് കർവ് വരച്ചു. ഡിമാൻഡ് കർവിന് എന്താണ് കൊടുക്കുക, ഡി എന്ന് കൊടുക്കുക അല്ലേ. അതേപോലെ സപ്ലൈക്ക് എന്ത് കൊടുക്കണം, SS എന്നാണ്, ആദ്യത്തേതായതുകൊണ്ട് SS എന്ന് കൊടുത്തു. ഇനി ഇതിൻ്റെ ഇക്വിലിബ്രിയം നമുക്ക് E എന്ന് മാർക്ക് ചെയ്യാം അല്ലേ. ഇക്വിലിബ്രിയം E എന്ന് മാർക്ക് ചെയ്തു. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്താണെന്നറിയാം, Q സ്റ്റാർ എന്നാണ് അതിനെ മാർക്ക് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ഇനി ഇക്വിലിബ്രിയം പ്രൈസിനെ P സ്റ്റാർ എന്നാണ് മാർക്ക് ചെയ്തെടുക്കാറ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയാമല്ലോ. ഇനി നമ്മൾ എന്താണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്, ഡിമാൻഡ് ഇൻക്രീസ് ആണ് അല്ലേ. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന പഠിച്ചിട്ടുള്ളത്, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ്സ് റൈറ്റ് വേർഡ് ആണല്ലേ. അപ്പോൾ പുതിയ ഡിമാൻഡ് കർവിനെ നമ്മൾ റൈറ്റ് വേർഡ് വരച്ചു. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഡിമാൻഡ് കർവ് എന്തായി, D1 ആയല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ആരോ മാർക്കിട്ട് കാണിക്കാം. ഇനി സപ്ലൈക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് പറഞ്ഞേ, സപ്ലൈ ഡിക്രീസ് ചെയ്യണം അല്ലേ. സപ്ലൈ ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ലെഫ്റ്റ് വേർഡ് പോവുക എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ സെയിം റേറ്റിലാണ് മാറ്റം വരുന്നതെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ലെഫ്റ്റ് വേർഡ് പോകാൻ എന്ത് ചെയ്യണം, സപ്ലൈൻ്റെ ലെഫ്റ്റ് വേർഡ് സപ്ലൈ കർവ്, പുതിയ സപ്ലൈ കർവിന് S1 എന്ന് കൊടുക്കാം അല്ലേ. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നോക്കിയേ, പുതിയ ഇക്വിലിബ്രിയം നമുക്ക് മാർക്ക് ചെയ്യാം. ഇയിൽ നിന്നും E1 ആയല്ലേ. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നോക്കിയാൽ എങ്ങനെയാണ് വരുന്നത്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിക്ക് മാറ്റമുണ്ടോ, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ആദ്യത്തെ അതേ ക്വാണ്ടിറ്റി തന്നെയാണ്. അതേസമയം പ്രൈസിന് എന്ത് സംഭവിച്ചേ, പ്രൈസ് P1 സ്റ്റാർ ആയിട്ട് ഇൻക്രീസ് ചെയ്തു അല്ലേ. അപ്പോൾ സപ്ലൈ കുറയുകയും ഡിമാൻഡ് കൂടുകയും ചെയ്യുമ്പോൾ വില കൂടുന്നു. സെയിം റേറ്റിൽ മാറ്റം വരുമ്പോഴാണ് വില കൂടുന്നു. അതേസമയം എന്താണ്, പ്രൈസ് ക്വാണ്ടിറ്റി സപ്ലൈഡ് സെയിം ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇഫക്റ്റ് നമുക്ക് എഴുതാം, വെൻ ഡിമാൻഡ് ഇൻക്രീസ് ആൻഡ് സപ്ലൈ ഡിക്രീസ് അറ്റ് സെയിം റേറ്റ്. എന്താണ് സംഭവിച്ചതെന്ന് എഴുതാം, ക്വാണ്ടിറ്റി ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ആണല്ലേ, Q സ്റ്റാർ റിമെയിൻസ്
കോൺസ്റ്റൻറ്റ് അല്ലെ റിമെയിൻസ് സെയിം. ബട്ട് പി സ്റ്റാർ ഇക്വിലിബ്രിയം പ്രൈസ് ആണ് പി സ്റ്റാർ അല്ലേ. പി സ്റ്റാർ എന്താ സംഭവിച്ചേ? പി സ്റ്റാർ ഇൻക്രീസ്. ഇനി നമുക്കിതിൻ്റെ അടുത്ത ഓപ്ഷനാണ് പഠിക്കാൻ പോകുന്നത്. ഏതാണ് നെക്സ്റ്റ് ഓപ്ഷനായിട്ട് വരേണ്ടത്? ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു, സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു. വെൻ ഡിമാൻഡ് എഴുതാം നമുക്ക്. വെൻ ഡിമാൻഡ് ഡിക്രീസ് ആൻഡ് സപ്ലൈ increase at same rate. ഇതിൻ്റെ അടുത്ത രണ്ട് ഓപ്ഷൻ, അതായത് ഡിമാൻഡിനേക്കാളും കൂടുതൽ സപ്ലൈയിലും സപ്ലൈയേക്കാൾ കൂടുതൽ ഡിമാൻഡിലും വരുന്ന ആ ഒരു മാറ്റം നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ വേറെ ഓപ്ഷനും കൂടെ വരുന്നുണ്ട്. അതായത് പ്രൈസിൽ 3 മാറ്റമാണ് ഉണ്ടാകുന്നത്. പ്രൈസ് ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം, കോൺസ്റ്റൻ്റ് ആവാം. അങ്ങനെ 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കോൺസ്റ്റൻ്റ് ആയി നിൽക്കും, അതായത് സെയിം റേറ്റിലാകുമ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യും എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നോക്കാം നമുക്ക് ഈ ഒരു വ്യത്യാസം എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഇനീഷ്യൽ ഇക്വിലിബ്രിയം വരയ്ക്കാം. എക്സ് വൈ ആക്സിസുകൾ വരയ്ക്കാം. വൈ ആക്സിസ് വരച്ചു. നെക്സ്റ്റ് എക്സ് ആക്സിസ് വരച്ചു. അപ്പോൾ എക്സിൽ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ് കൊടുത്തു. ഇവിടെ വൈ ആക്സിസിൽ പ്രൈസുമാണ് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ഒറിജിൻ മാർക്ക് ചെയ്തു. ഇനീഷ്യൽ ഇക്വിലിബ്രിയം വരയ്ക്കാം അല്ലേ. ഇനീഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ എന്താണ്? D1 ഡി ആണ്, ഡിമാൻഡ് കേവാണ് വരയ്ക്കുന്നത്. ഡിമാൻഡ് കേവിന് DD എന്നാണ് കൊടുക്കുന്നത് അല്ലേ. ഇനി സപ്ലൈ കേവ് വരച്ചു. സപ്ലൈ കേവിന് SS എന്ന് കൊടുക്കാം. ഒറിജിനൽ ഇക്വിലിബ്രിയം, ആദ്യത്തെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് E എന്ന് മാർക്ക് ചെയ്യാം നമുക്ക്. ഇനി ഇതിൻ്റെ ക്വാണ്ടിറ്റി, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയെ Q സ്റ്റാർ എന്നാണ് ഇടുന്നത്. ഇക്വിലിബ്രിയം പ്രൈസിനെ P സ്റ്റാർ എന്നിടും അല്ലേ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. P സ്റ്റാർ കുറച്ചുകൂടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ P സ്റ്റാർ. ഇനി എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഡിമാൻഡ് ഡിക്രീസ് ചെയ്തു എന്നും സപ്ലൈ ഇൻക്രീസ് ചെയ്തു ആയിട്ടാണ് കാണുന്നത് അല്ലേ. അപ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡിമാൻഡ് കേവ് ബാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ഡിമാൻഡ് കേവ് പുറകിലോട്ട് ഷിഫ്റ്റ് ചെയ്തത് നമുക്ക് വരയ്ക്കാം. ഡിമാൻഡ് കേവ് ഷിഫ്റ്റഡ് ബാക്ക്വേർഡ്. ഓക്കെ, അപ്പോൾ പുതിയ ഡിമാൻഡ് കേവിനെ നമുക്ക് എന്ത് കൊടുക്കുന്നത്? D1 എന്ന് കൊടുക്കാം അല്ലേ. D1 എന്ന് കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടത്? സപ്ലൈ ഷിഫ്റ്റ് ചെയ്യണം അല്ലേ. സപ്ലൈ ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്ലൈ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സപ്ലൈക്ക് സംഭവിക്കുന്നത്? സപ്ലൈ കേവ് ഫ്രണ്ടിലോട്ട്, അതായത് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ സപ്ലൈ കേവിൻ്റെ റൈറ്റ് വേർഡ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരിക അല്ലേ. അപ്പോൾ നമുക്ക് പുതിയ സപ്ലൈ കേവ് വരയ്ക്കാം. അതായത് ഡിമാൻഡിലും സപ്ലൈയിലും ഉണ്ടാകുന്ന മാറ്റം തുല്യമാക്കിയിട്ട് വേണം വരയ്ക്കാൻ. അപ്പോൾ S1 ആയി. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നോക്കിയേ. ഇവിടെ ക്വാണ്ടിറ്റി, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി മാറിയില്ല അല്ലേ. അതേസമയം ഇക്വിലിബ്രിയം പ്രൈസ് എന്താണ്? ഒരുപാട് കുറഞ്ഞു പോയി അല്ലേ. P0 സ്റ്റാർ ആയിട്ട് ഇക്വിലിബ്രിയം പ്രൈസ് കുറഞ്ഞു. അപ്പോൾ പുതിയ ഇക്വിലിബ്രിയത്തെ നമുക്ക് E1 എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ എന്താ അവിടെ നെറ്റ് എഫക്റ്റ് എങ്ങനെ എഴുതുക? വെൻ ഡിമാൻഡ് ഡിക്രീസ് ആൻഡ് സപ്ലൈ ഇൻക്രീസ് അറ്റ് സെയിം റേറ്റ് ദ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി Q സ്റ്റാർ remains same but equilibrium price P star decrease. അപ്പോൾ ഡിമാൻഡിലും സപ്ലൈയിലും ഉണ്ടാവുന്ന സൈമൾട്ടേനിയസ് ചേഞ്ചസ് ആണ് നമ്മൾ ഇത്രയും ഭാഗങ്ങളിലായിട്ട്, അതായത് ഈ 3
ഡയഗ്രങ്ങളിലായിട്ട് വരച്ച് പഠിച്ചിട്ടുള്ളത്. 4 ഡയഗ്രങ്ങളിലായിട്ട് വരച്ചത്. അതായത് ഏതൊക്കെയാണ്? വെൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻക്രീസ്, വെൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഡിക്രീസ്. അപ്പോൾ വെൻ ഡിമാൻഡും സപ്ലൈയും ഇൻക്രീസ് ചെയ്യുമ്പോൾ, രണ്ടും ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യും, ഇക്വിലിബ്രിയം പ്രൈസ് സെയിം ആയിരിക്കും. അതേസമയം വെൻ സപ്ലൈ ഇൻക്രീസ്, ഡിമാൻഡ് ഡിക്രീസ്. സപ്ലൈയും ഡിമാൻഡും ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത്? രണ്ടെണ്ണം ഒറിജിനൽ ഉള്ളതിൻ്റെ ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ വെൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഡിക്രീസ് അറ്റ് സെയിം റേറ്റ്, ക്യൂ സ്റ്റാർ ഡിക്രീസ് ചെയ്യും, പി സ്റ്റാർ റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഡിമാൻഡ് ഇൻക്രീസ്, സപ്ലൈ ഡിക്രീസ്, ഓപ്പോസിറ്റ് മൂവ്മെൻ്റ് ആണ് വരുന്നത്. ഡിമാൻഡിൽ ഉണ്ടാവുന്നത് റൈറ്റ് വേർഡ് ഷിഫ്റ്റും, സപ്ലൈയിൽ ഉണ്ടാവുന്നത് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റും ആണ് അല്ലേ. അപ്പോൾ എന്ത് സംഭവിച്ചത്? ക്വാണ്ടിറ്റിയാണ് അവിടെ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നത്, പ്രൈസ് ചേഞ്ച് ചെയ്യും. അതേപോലെ അടുത്തതായിട്ട് വരുന്നത് ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും, സപ്ലൈ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ക്വാണ്ടിറ്റി സെയിം ആണ്, പ്രൈസ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങൾ മുഴുവനും നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെങ്കിൽ ആ ഒരു ക്ലാസ് പോസ് ചെയ്യുക, ഡയഗ്രാം പോസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് സപ്ലൈയിലും അതേപോലെ ഡിമാൻഡിലും ഉണ്ടാവുന്ന ഡിഫറൻസ് വളരെ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകാവുള്ളൂ. ആദ്യം ബേസ് നിങ്ങൾ എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈയും അതേപോലെ ഇക്വിലിബ്രിയവും പറഞ്ഞ ആ ഒരു ഡയഗ്രാം ആദ്യം നോക്കുക. ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കിട്ടുന്നത്. അപ്പോൾ അത് ബേസ് ആക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ ഡിമാൻഡിലുള്ള ഷിഫ്റ്റും കൂടെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഡിമാൻഡ് ആൻഡ് സപ്ലൈയിലുണ്ടാകുന്ന ഷിഫ്റ്റുകൾ ഈ ഒരു ഡയഗ്രത്തിലേക്ക് കൊണ്ടുവന്നിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡും ഷിഫ്റ്റ് ഇൻ സപ്ലൈയും നന്നായിട്ട് പഠിച്ചവർക്ക് ഈ ഒരു ഭാഗം ഈസി ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇത് എക്സാമിന് പല തവണയും ചോദിച്ചിട്ടുള്ളതാണ്, എല്ലാം ഒരുമിച്ച് ചോദിച്ചിട്ടില്ല. അതിൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നുകിൽ 2 സൈമൾട്ടേനിയസ് ചേഞ്ച് ചോദിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അല്ലെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അങ്ങനെ ആ ഒരു ഇതായിട്ടേ ചോദിക്കാറുള്ളൂ. 8 മാർക്കിനൊന്നും ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. എനിക്കൊരു 5 മാർക്ക് ആ ഡിഫറൻസ് വരുവാണെങ്കിൽ എന്തായാലും ഡയഗ്രാം വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ.